ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ 10-12 വർഷമായി ഇന്ത്യക്കാർ കാത്തിരിക്കുന്നു. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്നും 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരുമെന്നും. അതുപോലെ ബുദ്ധിയില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷേ അതൊരു അലങ്കാരമായി കാണരുത്. ഒരാളെ ഉപദ്രവിച്ചുകൊണ്ടല്ല മറ്റൊരു കാര്യം ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ ചെയ്ത കാര്യമോ ശുദ്ധ മണ്ടത്തരമോ. ഭൂരിപക്ഷം പേരും ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് കാരണം ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇത് കാരണമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരാൾ പറയുന്നത് കേൾക്കാം. അതിനു മുൻപായി ഈ വീഡിയോ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടുള്ള ആളുകൾ പറയുന്നത് ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം. എന്നാൽ 80% സ്ത്രീകളും ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയാം, അവർക്ക് ബുദ്ധിയും ബോധവും ഉണ്ട്. കാരണം ഇതുവരെ രൂപീകരിക്കാത്ത സർക്കാരിന് ഇതിൽ ഒന്നും ചെയ്യാനില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അതറിയാത്തത് ഇവരെ പോലത്തെ മണ്ടന്മാർക്കാണ്. ഞാനും അവിടുത്തെ ദിവസം തരാന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. ഹലോ, ഞാൻ ടിക്കറ്റ് കൊടുത്തു. ഓർഡറില്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എനിക്കൊരു അന്വേഷണം വന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരൂലേ? ഞാനും അവിടുത്തെ ദിവസം തരാന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. 22 പേർ ആറ്റിങ്ങൽ വരെ എടുത്തോണ്ട്. എത്ര രൂപ? ഒരാൾക്ക് 43 രൂപ. അതെനിക്ക് 22 പേര്. കേട്ടില്ലേ? ഒരാളുടെ കഞ്ഞിയിൽ പാറ്റയിട്ടിട്ടുള്ള സന്തോഷമാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ കണക്ക് വെച്ചിട്ട് 43 രൂപയാണ് 22 പേര്. അപ്പോൾ 946 രൂപയാണ് ഇവരുടെ കയ്യിൽ നിന്നും പോവുക. അതിന്റെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു പ്രശ്നം മാത്രമാണോ? അല്ല. ഈ വീഡിയോന്റെ ഒക്കെ കമന്റ് ബോക്സിൽ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേർ കമന്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഓഫീസിൽ എത്താൻ ലേറ്റായി, അല്ലെങ്കിൽ മറ്റു ആവശ്യത്തിന് എത്താൻ ലേറ്റായി, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അതായത് ഇത് കാരണം ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. അതായത് ഇവരുടെ ഈ മണ്ടത്തരം കാരണം ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കർണാടക ചേച്ചി വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ KSRTC ബസ്സിൽ ഫ്രീ ടിക്കറ്റ് നൽകണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിൻ്റെ എതിരായിട്ട് നിരവധി കമൻറ്റുകൾ ഞാൻ വായിച്ചു. അതിൽ നമുക്ക് സജഷൻസ് ഉണ്ടായിരുന്നു, അതേപോലെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ അത്രക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും അല്ല. നമ്മൾ ഈ സമരം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. നമുക്കും അറിയാം, ഒരു മാനിഫെസ്റ്റോയിൽ കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി ആയ ശേഷം തന്നെ നടപ്പിലാക്കാൻ പറ്റും എന്ന സാമാന്യ ബോധ്യം മഹിളാ മോർച്ചക്കും അതേപോലെ BJPക്കും നന്നായിട്ട് അറിയാം. ഇത്രയും വിവരവും ബോധവും ഉണ്ടായിട്ടാണോ ഇതുപോലുള്ള ഒരു മണ്ടത്തരം നിങ്ങൾ ചെയ്തിട്ടുള്ളത്? കഷ്ടം തന്നെ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇതിനെ വിമർശിച്ച് BJP രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്നാണ് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുള്ളത്. അവർക്ക് കുറച്ച് ടൈം കൊടുക്കൂ, സെറ്റിൽ ആവാൻ വേണ്ടി കുറച്ച് ടൈം കൊടുക്കൂ. അതിനുശേഷവും അവർ ഈ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. അതിനെ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ 10-12 വർഷമായി ഇന്ത്യക്കാർ കാത്തിരിക്കുന്നു. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്നും 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരുമെന്നും അതുപോലെ ഇന്ത്യൻ റുപ്പി ഡോളറിനെ മറികടക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് വർഷമായി ഇന്ത്യക്കാർ കാത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പെട്രോൾ ഡീസൽ വില കൂടുന്നു. ഇന്ത്യന്റെ അതായത് റുപ്പിയുടെ മൂല്യം നോക്കിക്കഴിഞ്ഞാൽ ഇടിഞ്ഞിടിഞ്ഞ് ഏതാണ്ട് 100 എത്താനായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയാണ്. ഇതിനേക്കാളും വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ ഇത്. സ്ത്രീകൾക്കുള്ള ഈ സൗജന്യ യാത്രയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്റെ അഭിപ്രായത്തിൽ ഇത് തികച്ചും ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. ആവശ്യമുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. അതായത് സീനിയർ സിറ്റിസൺസിന്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കാതെ ആവശ്യമുള്ള സ്ത്രീകൾക്ക് കൊടുക്കുക. അതായത് എക്കണോമിക്കലിയും ഫിനാൻഷ്യലിയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു മാനദണ്ഡം വെച്ച് ആ മാനദണ്ഡ പ്രകാരം ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം വെച്ചു കൊടുക്കുക. ഒരു പാസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു കാര്യമായിരിക്കും എന്നാണ്
എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.